വാർത്തയിലേക്ക്. ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹമാണ്. പമ്പയിൽ തീർത്ഥാടകർ നിറഞ്ഞതിനാൽ നിലയ്ക്കലിൽ നിന്നും KSRTC സർവീസുകൾ നിർത്തിവെച്ചു. മണിക്കൂറുകളായി ബസ് കിട്ടാതെ തീർത്ഥാടകർ നിലയ്ക്കലിൽ വലയുന്നു. 11 മണിക്ക് ശേഷം സർവീസുകൾ പുനരാരംഭിക്കുമെന്നാണ് KSRTC അറിയിച്ചത്. ഗൂഗിൾ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിൽ നട തുറക്കുന്ന ആദ്യത്തെ ദിവസത്തിൽ തന്നെ അഭൂതപൂർവ്വമായിട്ടുള്ള തിരക്ക് അനുഭവപ്പെടുമെന്നുള്ളതിൻ്റെ സൂചനകളാണ് നിലയ്ക്കലിൽ നിന്നും പമ്പയിൽ നിന്നുമൊക്കെ നൽകാനായിട്ട് സാധിക്കുന്നത്. രാവിലെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ തീർത്ഥാടകർ വന്ന് നിറയുകയാണ്. നിലയ്ക്കൽ KSRTC സ്റ്റാൻഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ധാരാളമായിട്ട് തീർത്ഥാടകർ ഇന്ന് പുലർച്ചെ മുതലും ഇന്നലെ രാത്രി മുതലും ഒക്കെ വന്ന് കാത്തു നിൽക്കുകയാണ്. ബസ് സർവീസ് ഇനിയും തുടങ്ങിയിട്ടില്ല. 11 മണിയോടുകൂടി മാത്രമേ ചെയിൻ സർവീസ് തുടങ്ങുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അവർ നിർത്തിവെച്ചിരിക്കുകയാണ്. അതായത് രാവിലെ കുറച്ച് സർവീസുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പരമാവധി തീർത്ഥാടകർ പമ്പയിൽ എത്തിയിട്ടുണ്ട്. പമ്പ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നിലയ്ക്കലിൽ നിന്നും താൽക്കാലികമായിട്ട് സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകളായിട്ട് ഇപ്പോൾ തീർത്ഥാടകർ ഇവിടെ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബസ്സുകളൊന്നും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. അധികം നേരത്തെ വന്ന 2 ബസ്സുകൾ മാത്രമേ ഉള്ളൂ. അതിൽ നിറച്ച് തീർത്ഥാടകർ ഇരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ ബസ്സൊക്കെ ഇനി 11 മണിക്ക് ശേഷം മാത്രമേ ഇവിടുന്ന് സർവീസ് ആരംഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് KSRTC അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഇത് തീർത്ഥാടകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം നല്ല ശക്തമായിട്ടുള്ള വെയിലുണ്ട്. ആ വെയിലത്തൊക്കെ തീർത്ഥാടകർ, കുട്ടികൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ കാത്തിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ ഈ വെയിലത്ത് ഇങ്ങനെ തീർത്ഥാടനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ബസ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും ബസ് സർവീസുകൾ ഉടനെ ആരംഭിക്കില്ല എന്നുള്ളതാണ് അറിയുവാനായിട്ട് ഇപ്പോൾ KSRTC അധികൃതർ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. സമയം എவ்வளோ സമയം ஆயிடுச்சு இங்கே வெயிட் பண்ணிருக்கு? எவ்வளோ സമയം ஆயிடுச்சு வெயிட் பண்ணிருக்கு? 1 hour. 1 hour. എങ്ങേന്ന് പറ? ഹൈദരാബാദ്. ഹൈദരാബാദ്, അതായത് ഇതര സംസ്ഥാനങ്ങളിൽ നടക്കമുള്ള തീർത്ഥാടകരാണ് ഇത്തരത്തിൽ കാത്തിരിക്കുന്നത്. ഒപ്പം രാവിലെ പോയ സർവീസുകളെ പറ്റി പറയുകയാണെങ്കിൽ പതിവ് തെറ്റിക്കാതെ തന്നെ KSRTC തീർത്ഥാടകരെ കുത്തി നിറച്ചുകൊണ്ട് ആയിരുന്നു സർവീസുകൾ നടത്തിയത്. അതായത് നിലയ്ക്കൽ പമ്പ ഷട്ടിൽ സർവീസ്, അത് തീർത്ഥാടകരിൽ നിന്നും KSRTC ഈടാക്കുന്നത് ഇരട്ടിയിലധികം ചാർജാണ് എന്നുള്ള കാര്യമൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. അതേസമയം തന്നെയാണ് തീർത്ഥാടകർക്കൊന്ന് സമാധാനത്തോടു കൂടി ഇരുന്ന് യാത്ര ചെയ്യാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യം. കുത്തി നിറച്ച് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, നിറഞ്ഞ് నిల్కగేయాను తీర్థాడగర్ 4 గంటలకు వచ్చాం పొద్దున 4 గంటల కానీ బస్సులు లేవు ఇక్కడ ఎవరో సమయం ఎప్పుడు వచ్చాం అది కాన్నారు పెట్టారు పొద్దున్న 4 బస్సులు వదిలారు 4 బస్సులు వదిలితే వెళ్ళి మళ్ళీ ఆపేరు ఇప్పుడు దాకా మాకు ఏమీ లేవు. തീർത്ഥാടകർ അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുകയാണ്. മണിക്കൂറുകളായിട്ട് കാത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ബസ്സിനകത്ത് മണിക്കൂറുകളായി തന്നെ ഇരിക്കുന്ന തീർത്ഥാടകരാണ് ഇവരൊക്കെ. എന്തായാലും ഈ ആദ്യത്തെ ദിവസത്തിൽ തന്നെ ഇത്തരത്തിൽ KSRTCയുടെ ഭാഗത്തു നിന്നും ഈ സർവീസുകൾ കൃത്യമാകാത്തത് തീർത്ഥാടകരെ വലയ്ക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നിലയ്ക്കൽ നിന്നും നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ അധിക ചാർജ് ഈടാക്കുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് ഫെസിലിറ്റീസ് കൂടി ഒരുക്കാൻ വേണ്ടി KSRTC തയ്യാറാകണം. KSRTC സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണ് നിലയ്ക്കലേക്ക് കാണുന്നത്. തീർത്ഥാടകർക്കൊന്ന് എല്ലാവർക്കും ഒന്ന് കയറിയിരിക്കാൻ പറ്റുന്ന വിശ്രമ കേന്ദ്രം പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു ഷെഡ് പോലും, ഈ വെയിലൊന്നും കൊള്ളാതിരിക്കാൻ പറ്റുന്ന ഷെഡ് പോലും ഇല്ല. അപ്പുറത്ത് ജർമ്മൻ പന്തലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ബസ് കിട്ടാൻ വേണ്ടി തീർത്ഥാടകരൊക്കെ ഈ സ്റ്റാൻഡിൻ്റെ ഇവിടെയാണ് നിൽക്കേണ്ടത്. ഇവിടെ നിൽക്കുന്ന തീർത്ഥാടകരൊക്കെ ഈ വെയിലത്ത് തന്നെ ഇരിക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വലിയ ബുദ്ധിമുട്ട് ഈ ആദ്യ മണിക്കൂറുകളിൽ തന്നെ തീർത്ഥാടകർ അനുഭവിക്കുന്നു എന്നുള്ളതാണ് നിലയ്ക്കലിൽ നിന്നും നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും 11 മണിക്ക് ശേഷം സർവീസ് ആരംഭിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സർവീസുകളിലെല്ലാം തന്നെ അതീവ തിരക്ക് തീർത്ഥാടകരുടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. എന്തായാലും വരുന്ന ദിവസങ്ങളിലും സമാനമായി തന്നെ വലിയ തിരക്കിലേക്ക് സന്നിധാനം പോകുമെന്ന് തന്നെയാണ് ആദ്യത്തെ ദിവസത്തെ കാഴ്ചകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ശബരിമല സ്വർണ്ണ കൊള്ളയിൽ സന്നിധാനത്തെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി SIT സംഘം പമ്പയിലെത്തി. SP ശശിധരനും സംഘവുമാണ് എത്തിയത്. സന്നിധാനത്ത് ശാസ്ത്രീയ പരിശോധന നാളെ ഉച്ചയ്ക്കാണ്. ശ്രീകോവിലെ ദ്വാരപാലകപാളി, കട്ടിളപ്പാളി എന്നിവയുടെ സാമ്പിൾ ഈ സംഘം ശേഖരിക്കും. ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള പോലീസ് സംഘവും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗൂഗിൾ രമേശ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പരിശോധനാ സംഘം അവിടെ എത്തിയിരിക്കുന്നു. ഇനി സമഗ്രമായ പരിശോധന നടത്തേണ്ടതുണ്ട്. SIT സംഘത്തിൻ്റെ പരിശോധനകളും ചോദ്യം ചെയ്യലുകളും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളും ഒരു ഭാഗത്ത് ഇങ്ങനെ പുരോഗമിക്കവേ തന്നെയാണ് സന്നിധാനത്ത് ഈ സംഘം എത്തിയിരിക്കുന്നത്. ഇനിയുള്ള പരിശോധനകൾ, നടപടികൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം നിർണായകവുമാണ്?
കെ പി അന്വേഷണത്തിൻ്റെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളതെന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്ന 6 ആഴ്ച സമയം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്, അവസാന ആഴ്ചയിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രീയ പരിശോധന അടക്കം അവശേഷിക്കുന്ന അന്വേഷണ നടപടികൾ എത്രയും വേഗം തന്നെ അന്വേഷണ സംഘത്തിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്തായാലും ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെയും അതോടൊപ്പം തന്നെ കട്ടിളപ്പാളിയിലെയും സ്വർണ്ണത്തിൻ്റെ മൂല്യം അത് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയ പരിശോധന നടത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ടീം ഇന്നിപ്പോൾ പമ്പയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് ശബരിമല ക്ഷേത്ര നട തുറക്കാനായിട്ടിരിക്കുന്നൊരു സാഹചര്യം കൂടിയിട്ടാണ്. എന്തായാലും SP ശശിധരൻ, അതായത് ഈ അന്വേഷണ സംഘത്തിൻ്റെ തലവനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അല്പസമയം മുമ്പ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ഇന്ന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഈ സംഘം പമ്പയിലെത്തിയത്. തുടർന്ന് പമ്പ ഗസ്റ്റ് ഹൗസിൽ വിശ്രമിച്ചതിന് ശേഷം സന്നിധാനത്തേക്ക് അല്പസമയം മുമ്പാണ് ഈ അന്വേഷണ സംഘം കയറിപ്പോയത്. ഇനി ഏകദേശം ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് തന്നെ അന്വേഷണ സംഘം സന്നിധാനത്ത് എത്തിച്ചേരും. ഇന്നൊരു പക്ഷേ പരിശോധന നടപടികൾ ഉണ്ടായേക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. നമുക്കിപ്പോൾ അറിയുവാനായിട്ട് സാധിക്കുന്നത് ഈ ശാസ്ത്രീയ പരിശോധന നടത്തണമെങ്കിൽ അതിൽ തന്ത്രിയുടെ അനുജ്ഞയടക്കം വാങ്ങേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എത്തി ഈ കാര്യങ്ങളിലൊക്കെ നീക്കുപോക്ക് ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും പരിശോധന നടപടികൾ ആരംഭിക്കുക. തന്ത്രി അനുജ്ഞ നൽകിയതിന് ശേഷം നാളെ ഒരുപക്ഷെ ഉച്ചപൂജയ്ക്ക് ശേഷം നട അടച്ചതിന് ശേഷമായിരിക്കും ശാസ്ത്രീയ പരിശോധന നടപടികൾ ആരംഭിക്കുക എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഇന്നിനി ഒരുപക്ഷെ അതിന് മുന്നേ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും നേരത്തെ ഇത്തരത്തിൽ അതായത് ഗൂഗിൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഭക്തരുടെ തിരക്ക് ഭക്തരെ ബാധിക്കാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ സൗകര്യങ്ങളെ ബാധിക്കാത്ത തരത്തിലുള്ള ദർശനത്തെ തടസ്സപ്പെടുത്താത്ത തരത്തിലുള്ള ഒരു പരിശോധനയിൽ ആർക്കും കടക്കുക അല്ലേ? ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്കുണ്ടാകും. ഒപ്പം ഏതൊക്കെ വിഷയങ്ങളിലായിരിക്കും കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ നടക്കുക? കെ പി എന്തായാലും ഈ നട അടച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ പരിശോധന നടക്കത്തുള്ളൂ. കാരണം ഈ ദ്വാരപാലക ശില്പത്തിലെയും അതോടൊപ്പം തന്നെ ആ കട്ടിളപ്പാളിയിലെയും സ്വർണത്തിൻ്റെ മൂല്യമാണ് കണക്കാക്കേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർ വന്നു പോകുന്ന ആ സമയത്ത് ഇത് പരിശോധന നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഇന്ന് നട അടയ്ക്കുന്നതിന് അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് നട തുറക്കുന്നതിന് മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ നാളെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിട്ടായിരിക്കും പരിശോധന. ഒരുപക്ഷെ പരിശോധന നീണ്ടുപോകുമോ എന്നുള്ള കാര്യവും അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ രീതിയിൽ എന്തായാലും അന്വേഷണ സംഘം SP ശശിധരൻ്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും അതിൽ നിന്നും ഈ സാമ്പിൾ ശേഖരിച്ചുകൊണ്ടുള്ള പരിശോധന നടപടികളായിരിക്കും ഉണ്ടാകുക. അതായത് ആ ദ്വാരപാലക ശില്പത്തിലെയും സ്വർണ്ണപ്പാളിയിലെയും സ്വർണ്ണത്തിൻ്റെ അംശം അത് ശേഖരിച്ചുകൊണ്ടായിരിക്കും ശാസ്ത്രീയ പരിശോധന നടത്തുന്നുണ്ടാവുക. പ്രധാനമായിട്ടും അവിടെ ഉണ്ടായിരുന്ന ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന വിജയമല്യ സമർപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ആ സ്വർണ്ണ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ കാലക്രമത്തിൽ ഈ സ്വർണ്ണം അവിടെ നിന്നും മാറ്റി അതിനെന്തെങ്കിലും മൂല്യച്യുതി വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും വിശദമായിട്ട് എന്തായാലും അന്വേഷണ സംഘം ഈ ശാസ്ത്രീയ പരിശോധന നടത്തുന്നുണ്ടാവുക. എന്തായാലും ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് തന്നെയാണ് ഈ രീതിയിലൊരു പരിശോധന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഇതിപ്പോൾ 4ാമത്തെ തവണയാണ് SIT ടീം സന്നിധാനത്തെത്തി പരിശോധന നടത്തുന്നത്. നേരത്തെ ഈ 2 കേസുകളുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് നടപടികൾക്കായിട്ട് മുമ്പ് 3 തവണ അന്വേഷണ സംഘം സന്നിധാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ നട അടച്ചിരിക്കുന്ന സമയത്തായിരുന്നു എത്തിയിരുന്നത്. എന്തായാലും ഇന്ന് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങാൻ പോകുന്ന ഇന്നത്തെ ദിവസം തന്നെയാണ് അവസാനഘട്ട പരിശോധന എന്നൊക്കെ പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ശാസ്ത്രീയ പരിശോധന നടപടികൾക്ക് വേണ്ടി അന്വേഷണ സംഘം ഇപ്പോൾ സന്നിധാനത്തേക്ക് പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിട്ടുള്ള പ്രതികളെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടപടികൾ പൂർത്തീകരിക്കുമെന്ന് ആദ്യഘട്ടത്തിലൊക്കെ അന്വേഷണ സംഘം പറഞ്ഞിരുന്നു. പക്ഷേ ആ രീതിയിൽ നടപടികളൊന്നും ഉണ്ടായില്ല. തെളിവെടുപ്പ് നടപടികൾ അന്വേഷണ സംഘം മാത്രമാണ് വന്ന് നടത്തിയത്. ഇവിടെ ദേവസ്വം ഉദ്യോഗസ്ഥരിൽ നിന്നും ദേവസ്വം രജിസ്റ്റർ അടക്കമുള്ള പ്രധാനപ്പെട്ട രേഖകളൊക്കെ വാങ്ങി പരിശോധിച്ചു. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള സ്ട്രോങ് റൂം അടക്കം തുറന്ന് പരിശോധന നടപടികളൊക്കെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള ജസ്റ്റിസ് KT ശങ്കറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും സന്നിധാനത്തെത്തി അവിടുത്തെ അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പ് നടപടികളൊക്കെ പൂർത്തിയാക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിവിധ ഘട്ട പരിശോധന നടപടികൾ സന്നിധാനത്ത് ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ശാസ്ത്രീയ പരിശോധനാ നടപടികൾ അല്ലെങ്കിൽ അതിൻ്റെ പരിശോധന പൂർത്തിയായി പോലീസ് സമർപ്പിക്കുന്ന SIT സമർപ്പിക്കുന്ന റിപ്പോർട്ട് ഈ കേസ് അന്വേഷണത്തിൽ വളരെ നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഹൈക്കോടതി ആ രീതിയിൽ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം ഈ കേസിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് വിട്ടുവീഴ്ചകളില്ലാത്ത അന്വേഷണം ഇതിൽ നടത്തേണ്ടതായിട്ട് അനിവാര്യമായി മാറിയിരിക്കുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഈ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ച വേളയിൽ അത് ഹർജി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലുള്ള പല പരാമർശങ്ങളും നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു വലിയ കൊള്ളയാണ് എന്നുള്ള രീതിയിലുള്ള പരാമർശം ഇതിൽ ഗൂഗിൾ രമേശ് സൂചിപ്പിച്ചതുപോലെ തന്നെ SIT സംഘം സന്നിധാനത്തെത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഈ പരിശോധന നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത. അതീവ